ഹായ് ഫ്രണ്ട്സ്, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയ്ക്കായിട്ടുള്ള കറികളാണ്. ഒരു 6 ഇനം കറികളാണ് ഞാനിപ്പോൾ തയ്യാറാക്കി കാണിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ സാമ്പാറാണ് ചെയ്ത് കാണിക്കുന്നത്. സാമ്പാറിനായിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചക്കറികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവയൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് ഞാൻ വെണ്ടയ്ക്ക ചേർക്കുന്നത്. വെണ്ടയ്ക്ക നമ്മൾ നേരത്തെ ചേർക്കാറില്ല. നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്നതാണ്. തീ ഇപ്പോൾ കൂട്ടിയിട്ടാണ് പച്ചക്കറികളൊക്കെ ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3-4 സ്പൂൺ കണക്കാക്കി സാമ്പാർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കറിൽ വേണമെങ്കിലും സാമ്പാർ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ സദ്യക്കായിട്ടുള്ള സാമ്പാർ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് വീണ്ടും സാമ്പാറൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. സാമ്പാറെല്ലാം തിളച്ച് വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളി പിഴിഞ്ഞ വെള്ളമാണ്. ഒരു ചെറിയ ഗ്ലാസിൻ്റെ 1/4 കപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് അതുകൂടി ഇട്ട് കൊടുക്കാം. പരിപ്പിൻ്റെ അളവ് ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല കുറുകിയ സാമ്പാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് പരിപ്പിൻ്റെ അളവ് കുറച്ച് കൊടുക്കാവുന്നതാണ്. സാമ്പാറിനായിട്ടുള്ള പരിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ തന്നെ പച്ചക്കറികളൊക്കെ ഒരേ അളവിൽ വെന്ത് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര കഷ്ണം ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഒരു പിടി മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില ഇട്ട് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇനി 2-3 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സാമ്പാറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാറിന് നല്ല മണവും രുചിയൊക്കെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് കടുക് താളിച്ചാണ് ഇടേണ്ടത്. എണ്ണയും കടുകും പിന്നെ കുറച്ച് ഉലുവയും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാമ്പാറിന് താളിക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഉലുവയും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്താൽ സാമ്പാറിന് വളരെയധികം മണവും രുചിയും കൂടുന്നതാണ്. ഇനി ഞാൻ സദ്യക്കായിട്ടുള്ള പരിപ്പ് കറിയാണ് തയ്യാർ ചെയ്യാൻ പോകുന്നത്. ചെറുപരിപ്പ് കുതിർത്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 കീറിയതും 1 സ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി പരിപ്പ് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പരിപ്പ് പെട്ടെന്ന് വെന്ത് പൊങ്ങുന്നതാണ്. പരിപ്പെല്ലാം നല്ല തിളച്ച് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം ആവശ്യമെങ്കിൽ പിന്നീട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കളറിനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാതെയും ചിലരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കളറിനായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പെല്ലാം നല്ല തിളച്ചതിന് ശേഷം മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്കിതിന് താളിച്ചിടേണ്ട പണിയൊന്നുമില്ല. ഇനി കുറച്ച് കറിവേപ്പില മാത്രം വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡിയാവുന്നതാണ്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. സദ്യ പരിപ്പ് കറിയെല്ലാം ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അവിയലാണ്. അവിയലിനായിട്ടുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ വെന്ത് പകുതിയാകുമ്പോൾ ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇപ്പോൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങയുടെ പകുതിയും കുറച്ച് ജീരകവും 2 പച്ചമുളകുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ലപോലെ അരയ്ക്കരുത്, വെറുതെ ചതച്ചെടുത്താൽ മതിയാകും. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അരപ്പ് വെള്ളം കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു അവിയലിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയൊരു അവിയൽ കൂടിയാണിത്. പച്ചക്കറികളൊക്കെ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പെട്ടെന്ന് തയ്യാർ ചെയ്യാൻ പറ്റുന്നതാണ്. അവിയലൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ അവിയലൊക്കെ നല്ല തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള തൈരാണ്. 1 സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ അവിയലിൽ എണ്ണ താളിച്ചിടുന്നില്ല. അതിന് പകരമായിട്ട് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
രണ്ട് രീതിയിലും നമുക്ക് അവിയൽ തയ്യാറാക്കിയെടുക്കാം. രണ്ടും വളരെ രുചികരമാണ്. ഇനി നമുക്കൊരു 3-4 സ്പൂൺ കണക്കാക്കി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി തീ കത്തിക്കേണ്ട, സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ അവിയലും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചടി ചെയ്യാം. പച്ചടിക്കായിട്ട് ഞാൻ ചൗചൗവാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ചൗചൗവിൻ്റെ പകുതി ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. തോലെല്ലാം ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൗചൗ കഷ്ണങ്ങളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തീ കൂട്ടിയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. നമുക്ക് വേവിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ചേർത്ത വെള്ളമെല്ലാം മുഴുവനായിട്ടും വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അരപ്പിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ അരമുറി തേങ്ങയും കുറച്ച് ജീരകവും 2 പച്ചമുളകുമാണ്. ഇനി നമുക്കിവ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത അരപ്പെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറു ചൂടിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിൽ പച്ചടിയും കിച്ചടിയും ചെയ്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ശരിക്കും നിറയെ പേർക്ക് അറിയില്ല. എനിക്കും അതുപോലെ അറിയില്ല. പച്ചടിയുടെ അതേ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ കിച്ചടി ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നിറയെ പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിൽ എന്താണ് വ്യത്യാസം എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. എനിക്ക് തോന്നിയിട്ടുള്ള 2 വ്യത്യാസങ്ങൾ പറയാം. പച്ചടിക്ക് നമ്മൾ കടുക് ചേർക്കാറില്ല. കിച്ചടി ചെയ്യുമ്പോൾ കടുക് ചേർത്താണ് അരച്ചെടുക്കുന്നത്. അതുപോലെ പച്ചടിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. കിച്ചടിക്ക് മഞ്ഞൾപ്പൊടി ചേർത്താണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതായിരിക്കും ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ കടുകും താളിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ പച്ചടി റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ തയ്യാർ ചെയ്യാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടൊരു കിച്ചടിയാണ്. അതിനായിട്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. കിച്ചടി ഒരു ചെറിയ മധുരമുള്ള കറിയാണ്. ഏത്തപ്പഴമെല്ലാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിഞ്ഞെടുക്കാൻ. അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ ഞാനിപ്പോൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ഇവയൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ പറഞ്ഞു വന്നത്. നിറയെ പേർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പൈനാപ്പിൾ വെച്ച് തന്നെ പച്ചടിയും കിച്ചടിയൊക്കെ തയ്യാറാക്കുന്നത്. അതിൽ എന്ത് വ്യത്യാസമാണ് ഇവ തമ്മിലുള്ളതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണെന്നാണ്. പച്ചടിക്ക് മധുരം ഇല്ല, കിച്ചടിക്ക് മധുരം ഉണ്ടാവും, ചെറിയ മധുരം ഉണ്ടാവും. രണ്ടും ഒരേ റെസിപ്പിയാണ്. പിന്നെ കിച്ചടിക്ക് നമ്മൾ കടുക് കൂടി ചേർത്തരയ്ക്കും. ഇത് രണ്ടുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പല നാടുകളിലും പല രീതിയിലായിരിക്കാം ചെയ്യുന്നത്. ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴമെല്ലാം ഇപ്പോൾ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങയും ജീരകം, കടുക്, പച്ചമുളക് ഇത്രയും നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അതുകൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിവയൊന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഏത്തപ്പഴമൊക്കെ നല്ലതുപോലെ വെന്ത് നമ്മൾ ചേർത്ത അരപ്പെല്ലാം നല്ലതുപോലെ ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റവൊക്കെ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനോടൊപ്പം കുറച്ച് മാതളപ്പഴത്തിൻ്റെ കുറച്ച് അല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ഭംഗി കിട്ടുന്നതാണ്. അതുമാത്രമല്ല ഹെൽത്തി കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ കിച്ചടിയൊക്കെ വളരെ മനോഹരമായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചിടാം. എണ്ണയും കടുകും പിന്നെ കറിവേപ്പിലയുമാണ് ഞാൻ താളിച്ചിടുന്നത്. ഇപ്പോൾ നമ്മുടെ കിച്ചടിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. നമ്മുടെ ചൗചൗ പച്ചടിയും ഏത്തപ്പഴ കിച്ചടിയും റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ്. ഇനി ഞാനൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. തോരനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുമുണ്ട്. അതിലേക്ക് ക്യാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയൊരു തോരനാണ് ക്യാബേജ് തോരൻ. എല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം മാത്രമാണ് അരപ്പ് ചേർക്കുന്നത്. അരപ്പിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയും കുറച്ച് ജീരകവും മാത്രമാണ്. അതിൽ നമുക്ക് പച്ചമുളകൊന്നും അരച്ച് ചേർക്കണ്ട. അതിന് പകരമായിട്ടാണ് ചില്ലി ഫ്ലേക്സ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടെ കുറച്ച് അരപ്പ് വെള്ളം കൂടി ഇതിലുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജ് തോരൻ ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. ഈ അരപ്പിലുള്ള കുറച്ച് വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് അടച്ചാണ് വേവിക്കേണ്ടത്. മിതമായ രീതിയിൽ ചൂടിട്ട് വേണം നമുക്ക് തോരൻ തയ്യാറാക്കി എടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുന്നതാണ്. ഇനി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ തോരനൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. വെള്ളമില്ലായിരുന്നു, എന്നാലും കുറച്ച് അരപ്പിലുള്ള വെള്ളം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സദ്യക്ക് ചെയ്യാൻ പറ്റിയ ഒരു കറികളാണ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. റെസിപ്പികൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.